ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസേഴ്സ് വ്ലോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എന്താണ് മീൻകറിയും നല്ല കരിഞ്ഞ തോരനും ഒക്കെ കാണിക്കുന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പിള്ളേർക്ക് പോണ്ട. ഇത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ജനുവരി 2 കേട്ടോ, മന്നം ജയന്തിയുടെ അന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പതുക്കെ ഉച്ചഭക്ഷണത്തിലോട്ട് കടന്നിട്ടുണ്ട്. ചോറ് അവിടെ തിളയ്ക്കുന്നുണ്ട്. കുറച്ച് പയർ കിട്ടിയിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് തന്നെ ഒരു കുഞ്ഞിപ്പയറുണ്ട്. അങ്ങനെ പയർ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. മീൻകറി വെച്ചു, കിഴങ്ങ് വെച്ചു, പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടി പുരട്ടി വെച്ചു. നമ്മുടെ തോരൻ വെച്ചതിൻ്റെ ബാക്കി വന്ന പപ്പായയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലുതായതുകൊണ്ട് പകുതി ഞാൻ എടുത്തോളൂ. ഇക്കായ കൊണ്ട് കഷ്ടപ്പെട്ടൊക്കെ ഒന്ന് തിരികെയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കറി വെച്ചത്. ഒത്തിരി ഒന്ന് മുറ്റിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പഴുത്ത പപ്പായ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ജോലിക്കിടയിൽ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അന്നമ്മയ്ക്ക് ഡെയിലി പപ്പായ കൊടുക്കാനൊന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് കാഴ്ചയുടെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട്. എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ചോറ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു വൺ ടാസ്ക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പൊതിച്ചോറാക്കി കൊടുത്തു നോക്കാം. റെയ്ഹു വലിയ പ്രശ്നമില്ല കേട്ടോ. പക്ഷേ അന്നമ്മ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അങ്ങ് പൊതിച്ചോറാക്കാമെന്ന്. മീൻകറിയും കപ്പയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പൊതിച്ചോറിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വാഴയിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് ആവി കയറ്റുമെന്നാണോ എന്താ അതിന് പറയുക, വാട്ടിയെടുത്തു. ഓക്കെ, വാട്ടിയൊക്കെ എടുത്തിട്ട് ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ കാണിച്ചതിലല്ലാത്ത കൂട്ടത്തിൽ ഞാനൊരു അവിയലും കൂടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പൊതിച്ചോറ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കിഴങ്ങ് അങ്ങ് അവോയ്ഡ് ചെയ്താൽ പിന്നെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിന് അവിയൽ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്പയ്ക്ക തോരൻ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാലത്ത് ചോദിച്ചപ്പോൾ ഇക്കാക്കും കുഴപ്പമില്ല, പൊതിച്ചോറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആളിനെപ്പോഴും ഭക്ഷണത്തിന് ചൂട് വേണം. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് തണുത്ത് പോയാലോ എന്നൊക്കെ ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ കെട്ടി വെച്ചപ്പോൾ. പൊതിച്ചോറ് എപ്പോഴും നമുക്ക് കുറച്ച് നേരത്തെ ഉണ്ടാക്കി കെട്ടി വെക്കുമ്പോഴാണല്ലോ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കറികൾ വിഴുക്കായി, തോരനായി, പിന്നെ ഒരു പീസല്ല കുറച്ച് ചമ്മന്തിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി ഇല്ലാണ്ട് എന്ത് പൊതിച്ചോറല്ലേ. അപ്പോൾ അവിയൽ, ചമ്മന്തി, ഇതിൻ്റെ അകത്ത് മിസ്സായി പോയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്, അച്ചാർ കേട്ടോ. അച്ചാറുണ്ടായിരുന്നില്ല. ഒരു കഷ്ണം മീനും പൊരിച്ചു വെച്ചു. പിന്നെ മുട്ടയുടെ ഒരു കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മുട്ടയും കൂടി പൊരിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൊതിച്ചോറിൻ്റെ ഐറ്റംസ്. ഒരു അച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെന്ന് എനിക്ക് തോന്നി. റൈഹു ആണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടും നിങ്ങൾക്കിതിൽ കാണാനായിട്ട് പറ്റും. അവൻ വീഡിയോയുടെ അരിവും മൂലയും മാത്രമേ എടുക്കുകയുള്ളൂ. അല്ലാണ്ട് വെച്ചിട്ട് എടുക്കാനൊക്കെ ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, നടന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് കെട്ടി വെക്കാം. പേപ്പറും ഉണ്ടായിരുന്നില്ലേ, പേപ്പർ ഞാൻ മുകളിൽ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എല്ലാം നമ്മളൊരു തട്ടിക്കൂട്ട് പരിപാടിയിൽ അങ്ങനെ ചെയ്യാം. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തി കൊടുത്തു നോക്കാം, എന്നാലെങ്കിലും ഫുഡ് കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. വീട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നത്. അപ്പോഴും കഴിക്കില്ല, മടിയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും. പച്ചക്കറിയൊന്നും തീരെയും കഴിക്കാത്തൊരു ടൈപ്പാണ് ന്യൂസ്. റൈഹു അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും കൂടുതൽ എനിക്ക് ഒരു ടെൻഷൻ വരുന്ന അന്നമ്മേൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അവൾ തീരെയും ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ 4 പൊതി ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവരെ വിളിച്ച് കഴിക്കാൻ കൊടുത്തപ്പോൾ തന്നെ അത്ര ഒരു നിങ്ങൾക്ക് ഫേസ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഒരു ബുദ്ധിമുട്ടിലാണ് ആൾ ഫുഡൊക്കെ എടുക്കുന്നത്. റൈഹു മാഷാല്ലാ അത്യാവശ്യം ടേസ്റ്റോട് കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നു അതിലും ബാക്കി വെച്ച് പോയി കേട്ടോ. അപ്പോൾ ആളിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ തുറക്കണം എന്നൊന്നും വലിയ ഐഡിയ ഇല്ല. പിന്നെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത്. എൻ്റെ ഒരു മണം അനുവിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. കണ്ടോ, കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഫുഡ് വാരി കൊടുക്കുകയാണെങ്കിലും ഒരുപാട് ടൈം എടുക്കും കേട്ടോ കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. സ്കൂളിൽ കൊണ്ടുപോയാലും അങ്ങനെ തന്നെയാണ്. വെയിറ്റ് കുറച്ച് കുറവാണ് കേട്ടോ. അവളെ കാണുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം വണ്ണവും കുറവല്ലേ. അപ്പോൾ മുട്ട മാത്രം എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റൈഹു എല്ലാം ഇട്ട് കഴിച്ച് ലാസ്റ്റ് കൊള്ളാമെന്ന് അമ്മച്ചിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ എനിക്ക് പൊതിച്ചോറ് തന്നു വിടണേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവർ സ്കൂളിൽ പാത്രത്തിലാണ് ചോറ് കൊണ്ടുവച്ച് എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പൊതിയിൽ കൊടുത്തു വിട്ടിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പൊതി അവിടെ ഇടാണ്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ. അപ്പോൾ
ഇതാണ് എനിക്കുള്ളത് കേട്ടോ. നമുക്ക് കഴിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ.